വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. മോനെ ഒരു ചായ. ഹലോ, ആ പറയ്. അതെ ഞാൻ തന്നെയാണ്. എടാ പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. എടാ ഞാൻ ഇത്രയും സമയം അവിടെ കാത്തു നിൽക്കായിരുന്നു. ഒന്നില്ലെങ്കിൽ വിളിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണം. എടാ അത് പാർട്ടി വന്നില്ലെങ്കിൽ നീ എന്നോട് പറയണ്ടേ? ഇത് ഞങ്ങളെ നീ പറഞ്ഞ പൊട്ടമാരക്കാണ്. പിന്നല്ലാതെ എടാ അവിടെ കാത്തു നിൽക്കാൻ പറ്റുവാ? അവര് പോയി, ഞാനും പോന്നു. വേണ്ട വേണ്ട, ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ആ മോനെ കാശ്. ആ കാർലോസ് ഏട്ടൻ്റെ ഭാര്യയല്ലേ? അതെ, എനിക്കങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. അയ്യോ, കാർലോസ് ഏട്ടൻ്റെ കൂടെ 3-4 വട്ടം ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെയല്ലേ? ആ പിന്നല്ലാതെ. അല്ല ചേട്ടനിപ്പോഴും അറിയാല്ലേ, ജയിലിൽ തന്നെയാ മോനെ. ചതിച്ചതാ എല്ലാരും കൂടി. പാവം ചേട്ടനെ ചതിച്ചതാ. അല്ലേ പിന്നെ അത്രയും തങ്കപ്പെട്ട മനുഷ്യൻ. അല്ല മോനറിയാലോ. അത് അതെ അതെ. ആ അങ്ങനത്തെ ചേട്ടൻ ജോലി സ്ഥലത്ത് നിന്ന് കമ്പി കട്ടെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല അപ്പോ കമ്പി കട്ടെടുത്ത കേസിലാണോ ചേട്ടൻ ജയിലിൽ പോയത്? എടുത്തിട്ടില്ല. ചേട്ടൻ ഒരു മുട്ടുസൂചി പോലും എടുത്തിട്ടില്ല. വന്നപ്പോ എന്തു പറ്റി? എല്ലാം ചേട്ടന്റെ തലയില്. ഞാൻ പലവട്ടം പറഞ്ഞതാ ആ വക അലവലാദികളുടെ കൂടെ കൂട്ടുകൂടരുതെന്ന്. ഒടുവിലിപ്പോ എന്തു പറ്റി? കമ്പി കട്ടതും ഡോറ് കട്ടതും മോട്ടർ കട്ടതും എല്ലാം ചേട്ടന്റെ തലയില്. പാവം ഇപ്പം ജയിലില്. എന്റെ മോന്റെ വിധി, അല്ലാതെ എന്തു പറയാനാ? അല്ല മോനിപ്പോ എന്ത് ചെയ്യണം? അവൻ എന്തും ചെയ്യും. ചേട്ടനെ വാർത്തു വെച്ചിരിക്കല്ലേ, രൂപത്തിലും ഭാവത്തിലും എല്ലാം. പക്ഷെ എന്ത് ചെയ്യാനാ സാൻഡോ? സാൻഡോ അല്ല ആൻഡോ. ആ ആൻഡോ. അവനിപ്പോ ആശുപത്രിയിലാ. എന്തു പറ്റി? ആ മഞ്ഞനക്കാട് ജംഗ്ഷനിലെ അവിടെ ഒരു ബാറുണ്ടല്ലോ. ആ മാരുതി ബാർ. ആ അതിന്റെ മുന്നിൽ വെച്ച് ആക്സിഡന്റ് ആയ? ആ ഒരു കണക്കിന് അങ്ങനെ പറയുന്നതാ ശരി. ഏതാണ്ട് വണ്ടി ആക്സിഡന്റ് ആയതുപോലെയാ ഇപ്പോഴത്തെ എൻ്റെ മോൻ്റെ അവസ്ഥ. തല്ലി ചതച്ച് കളഞ്ഞില്ലേ? ചതിച്ചതാ മോനെ. അല്ലെങ്കിൽ പിന്നെ ബാറിന്റെ മുമ്പിലുണ്ടായ അടിപിടിയിൽ എൻ്റെ മോനങ്ങനെ ചെന്നുപെട്ടു. തലയിൽ 6 സ്റ്റിച്ചുണ്ട്. ഇടത് കൈ ഒടിഞ്ഞിട്ടുമുണ്ട്. വലത് കാലിനി കുത്തണമെങ്കിൽ ഒരു 5-8 മാസം വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മോനോടും പറഞ്ഞിട്ടുള്ളതാ.
നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയവരുമായിട്ട് കൂട്ടുകൂടിയാൽ മതിയെന്ന്. അല്ല, എവിടെയും ശിക്ഷ എപ്പോഴും നിരപരാധികൾക്കാണല്ലോ. ചേച്ചി ഇപ്പോ എവിടെ പോയിട്ട് വരിക? ആശുപത്രിയില്ല? എവിടുന്ന് മോനെ, ആശുപത്രി പോയിരുന്ന ചെലവ് കഴിയണ്ടേ? ഞാൻ വീട്ടുജോലിക്ക് പോകുന്നത് കൊണ്ടാ എന്റെ ചെലവും മോന്റെ ആശുപത്രി ചെലവും എല്ലാം കഴിഞ്ഞു പോകുന്നത്. ഇന്നത്തെ ജോലി കഴിഞ്ഞ് വരുമായിരിക്കും അല്ലേ? ഏയ് ഇല്ല മോനെ, എന്നെ അവിടുന്ന് അവരെ അല്ല, ഞാൻ അവിടുന്ന് ജോലി മതിയാക്കി ഇങ്ങ് പോകുന്നു. അതെന്തു പറ്റി? അല്ല, മോനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇതുവഴി അങ്ങോട്ട്. എങ്കി വാ മോനെ. വിശപ്പ് സഹിച്ച് പട്ടിണി കിടക്കാം, പക്ഷേ അന്തസ്, അഭിമാനം ഇതൊക്കെ വിട്ടുള്ള ഒരു കാര്യത്തിനും ഈ മേരിയെ കിട്ടില്ല. അവഗണനയാ മോനെ ആ വീട്ടുകാര്. അടിമകളോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്നിടത്ത് എത്ര നാളെന്ന് വെച്ചാ പിടിച്ചു നിൽക്കുന്നത് മോനെ. അതുകൊണ്ട് അത് മതിയാക്കി ഞാൻ ഇങ്ങ് പോന്നു. സത്യം പറഞ്ഞ നാളെ മുതൽ എന്തു ചെയ്യുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. 1 സാമുവേൽ 2-ാം അധ്യായം 7-ാം വാക്യം. അതാരാ എന്നോട് പറഞ്ഞത്? എന്താ മോനെ? അല്ല, വീട്ടുജോലിക്ക് ഒരാളെ വേണമെന്നേ. മോനെ ദൈവം കാക്കും. മോനൊന്ന് ശരിക്കും ഓർത്തു നോക്ക്. ഇല്ല, ഓർമ്മ കിട്ടണില്ല അങ്ങട്. സുഖമില്ലാത്തൊരു ചേച്ചി ഇടെന്ന് പറഞ്ഞവിടെ. ഒന്നല്ല 9 ചേച്ചിമാരെ ഞാൻ നോക്കും. ഓർമ്മ കിട്ടിയ ഈ ചേച്ചി ആദ്യം ഓർക്കണേ മോനെ. അത് പിന്നെ ഓർക്കാണ്ടിരിക്കോ ചേച്ചി? ഞാനങ്ങനെ മറക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല. എന്റെ കഷ്ടകാലമാ മോനെ. അതല്ലേ മോന്റെ നാവിന്റെ തുമ്പിൽ വന്ന് നിൽക്കുന്ന പേര് ഓർക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പിന്നെ പണ്ടെന്നോ ചേട്ടന്റെ കൂടെ വീട്ടിൽ വന്നപ്പോ കണ്ട എന്നെ ഓർമ്മ വന്ന ആളിന്. അല്ല, അത് ഓർമ്മ വരും. ചേച്ചിയുടെ നമ്പർ ഇങ്ങനെ 98 98 46 46 03 07 07 08 08. 08. ആ, ഇനി ഞാൻ ചേച്ചിനെ വിളിച്ചോളാട്ടാ. ശരി മോനെ. ശരി എന്നാ. ഒരു മിനിറ്റ്. ഹലോ, എവിടെയാണ് നിങ്ങളുള്ളത്? ഒരു മിനിറ്റേ. ചേച്ചി അങ്ങ് നടന്നു. എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഹലോ, പറടാ. എത്തിക്കഴിഞ്ഞി. അവന്റെ ഒരു മറവിയും. എന്റെ ദൈവമേ, വല്ല നല്ല കോള് വല്ലോ ആണോ ആവും. ആൻഡോ, എന്താടാ ഭയങ്കര ആലോചനയിലാണല്ലോ? ഏയ്, ഞാനൊരു കാര്യം ഇങ്ങനെ എത്ര കൊടുത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതങ്ങനെയാ. ചില സമയത്ത് നമ്മുടെ ഓർമ്മയുടെ അറ്റത്ത് വന്ന് നിൽക്കും. ചിലത് തൊട്ടടുത്തുണ്ടാവും, പക്ഷെ കാണില്ല. എന്താ ഇത്ര കീറാമുട്ടി കേസ്? അല്ലെന്ന്, എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഭാര്യ ഇപ്പൊ വലിയ കഷ്ടത്തിലാണ്. അവര് ഈ വീട്ടുജോലിക്കൊക്കെ പോയിട്ടാണ് കഴിയണത്. ഇപ്പോഴാണെങ്കിൽ അവർക്ക് ജോലിയില്ല. അവർക്കൊരു ജോലി കിട്ടിയെങ്കിൽ നന്നായിരുന്നു. ഒരു ജോലിക്കാരെ അന്വേഷിക്കണമെന്ന് എന്നോട് ആരോ പറഞ്ഞായിരുന്നു. അതാരാണെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടണില്ല. അത് ഞാനാ നിന്നോട് പറഞ്ഞത്. എൽസിയെ നോക്കാനും വീട്ടുപണിക്കൊക്കെ ആയിട്ട് ഒരാളെ വേണമെന്ന്. ശരിയല്ല, ഞാനത് മറന്നുപോയി. കഷ്ടം. അല്ല, അതിന്റെ ആരെങ്കിലും ആയാ? എവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. അവർക്കാണ് എൽസിയേക്കാൾ അസുഖങ്ങളാ. എഴുന്നേറ്റ് നടക്കാമെന്നല്ലാതെ ഒരു പണിയെടുക്കാൻ വയ്യ. പണിയെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അല്ല, ഇവരെങ്ങനെയാ പണിയൊക്കെ എടുക്കാൻ ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് ഈ ജോലി അവർക്കൊരാശ്വാസവും
ചേട്ടനൊരു സഹായവുമാവും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 3-ാം വാക്യം. അതേടാ, നീ പറഞ്ഞത് ശരിയാ. നമുക്ക് നമ്മുടെ വീടൊക്കെ ആയിട്ട് ഇണങ്ങി ചേരാവുന്ന ആളാണെങ്കിലേ നീ ധൈര്യമായിട്ട് വിളിച്ചോ. ഞാനിപ്പോൾ തന്നെ വിളിച്ചോളാം. ആ, ഏയ് കിട്ടുന്നില്ലല്ലോ. ഇനി നമ്പർ അങ്ങനെ തെറ്റായിരിക്കുമോ? ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ല. അവർ പറഞ്ഞത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് എടുത്തതല്ലേ. എങ്കിൽ പിന്നെ വല്ല റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കും. ദേ, നീ ഒന്നുകൂടെ വിളിക്കേ. വലിയ പണിയൊന്നും വേറെ ഇല്ലെന്നേ. അവൾ എൽസിയുടെ കാര്യം മെയിനായിട്ട് നോക്കിയാൽ മതി. ആ ചേട്ടാ, ചേട്ടൻ്റെയും ഭാര്യയുടെയും കാര്യം മാത്രമല്ല, സകല കാര്യവും അവർ നോക്കിക്കോളും. അതിനുള്ള കാര്യപ്രാപ്തിയൊക്കെ അവർക്കുണ്ടെന്നേ, അതെനിക്ക് ഉറപ്പാണ്. ഛേ, ഇത് കിട്ടാനില്ല. ദേ, നിനക്ക് അത്ര ഉറപ്പാണെങ്കിലേ ഇതാണ്ട് ഉറപ്പിച്ചോ. നാളെ തന്നെ വരാൻ പറഞ്ഞോ. ഛേ, ഏയ് ഇത് കിട്ടുന്നില്ല. ഇതേ ഞാൻ നേരിട്ട് തന്നെ എന്ന് പറയാം. എനിക്ക് അവരുടെ വീടറിയാം. ആയിക്കോട്ടെ. ആ ദേ, നിന്നെ ഞാൻ വേണ്ട രീതിയിൽ കണ്ടോളാന്ന്. അതൊന്നും വേണ്ട ചേട്ടാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടനൊരു ഉപകാരം, അവർക്കൊരു സഹായം, അത്ര ഞാൻ കരുതുന്നുള്ളൂ. നിന്നെ ഇവിടെ വെച്ച് കണ്ടതേ എത്ര നന്നായി നോക്കി. ശരിയാ. ഒരുപക്ഷെ അവർ വേറെ എടുത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഓർത്തുവെച്ചെങ്കിൽ മൊത്തത്തിൽ പണി പാളിപ്പോയാലേ. ഇനിയിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ പോയി ആ വീട്ടിൽ ചെന്ന് കാര്യം പറയാം ഏട്ടാ. ആ ഹലോ, ഇവിടെ ആരുമില്ലേ ചേച്ചി? അല്ല, ഇതാരാ? സാന്റോയോ? ഷിൻഡോ അല്ലേ ചേച്ചി? സാൻഡോ, ആൻഡോ. ആ ആന്റോ, ആ ഞാനിപ്പോ വന്ന് കേറുതേ ഉള്ളൂ. എന്താ മോനെ, ആരാന്ന് വല്ല ഓർമ്മ വന്നോ? അത് പിന്നെ ആ, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരായിരുന്നോ മോനെ? ഓർമ്മ വന്നതല്ല, പറഞ്ഞ ആടത്തെ നേരിട്ട് കണ്ട് ഞാൻ. ഉടനെ ചേച്ചി കൊണ്ട് അങ്ങനെ ചെല്ലാൻ വേണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്ന് വിളിച്ചു പറയാൻ ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടണ്ടേ? എന്റെ ദൈവമേ, ഫോൺ ഓഫായി പോയതായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. മോനിരിക്കെ. വേണ്ട വേണ്ട, ഇനിയിപ്പം ഞാൻ ഇവിടെ വന്നില്ലേ, ഞാൻ ആ ചേട്ടൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടേ. ആൻഡോ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി. നാളെ തന്നെ ഒന്നു കേട്ടാ. മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. പ്രഭാഷകൻ 17-ാം അധ്യായം 22-ാം വാക്യം. മോനെ, ദൈവം അനുഗ്രഹിക്കും. ഞാൻ നാളെ രാവിലെ തന്നെ ചെന്നോളാം. എനിക്ക് പോട്ടെ. അതെന്ത് പോക്കാ മോനെ, ഇവിടം വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ. മോനിരിക്കെ, ഞാൻ ഇപ്പൊ ചായ ഇടാം. അതൊക്കെ പിന്നെ ആകാം ചേച്ചി. എങ്കിൽ ഞാൻ പോട്ടെ ചേച്ചി. എന്നാ ശരി മോനെ. ആ ശരി. K.A. ജോസഫ്, താമരശ്ശേരി ഹൗസ്. ഇത് കൊള്ളാലോ.
ആരാ? ആ, ആ. ഞാൻ അത് പിന്നെ നിങ്ങൾ എന്ന് ആ ജോൺ സാറിനോടൊന്ന് വരാൻ പറ. ഞാൻ ആരാണെന്ന് സാറിനോട് പറഞ്ഞോളാം. ഞാൻ തന്നെയാ ജോൺ സാറ്. അയ്യോ സാറേ, ഞാൻ വിചാരിച്ചു. ഞാൻ പിന്നെ ആൻഡോ പറഞ്ഞിട്ട് വന്നതാ ജോലിക്ക്. ആ, മേരിയല്ലേ? ഓ അതെ സാറേ. കാര്യങ്ങളൊക്കെ ആൻഡോ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ഓ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സാർ ഒരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നും എന്തു ചോദിച്ചാലും സാധിച്ചു തരുമെന്നും ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കിയാൽ മതിയെന്നും, പ്രത്യേകിച്ച് സാറിന്റെ ഭാര്യയുടെ കാര്യം. സാറ് നോക്കിക്കോ, ഇതിനു മുമ്പ് ഇവിടെ നിന്നിട്ടുള്ളവരുടെ മാതിരി അല്ല ഈ മേരിയുടെ രീതി. എന്തിനാ കാണാൻ പോകുന്ന എന്റെ ജോലികളുടെ നന്മകളെ പറ്റി ഞാൻ പുകഴ്ത്തി പറയുന്നത്? അത് സാറിന് കാണാനുള്ളതല്ലേ. അല്ല, എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവാം. ഓ, സംസാരിച്ചു നിന്ന് ഞാനത് മറന്നുപോയി സാറേ. എവിടെയാ സാറേ മേഡം കിടക്കുന്നേ? ഏത് മുറിയിലാ? വാ. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23. എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് മാരണത്തിന്? എന്താ ചേട്ടാ, എന്തു പറ്റി? ചേട്ടന്റെ വീട്ടിലെ കാര്യങ്ങളും ഭാര്യയുടെ കാര്യങ്ങളും എല്ലാം നോക്കിക്കോളും. അതിനുള്ള കാര്യപ്രാപ്തി അവർക്കുണ്ട്. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ, അവളുടെ ഭർത്താവ് മോഷണക്കുറ്റത്തിന് ജയിലില്ല. അത് നിനക്കറിയാമോ? എടാ, മകനെ ബാറിൽ മദ്യപിച്ച് തല്ലുണ്ടാക്കി ഇപ്പൊ ഹോസ്പിറ്റലിലാ. അത് വേറെ കേസ്. അത് നിനക്കറിയാമോ? അറിയാൻ ചേട്ടാ. ആഹാ, അപ്പൊ നല്ല ബെസ്റ്റ് ഫാമിലി. അവരാണോടാ എന്റെ കുടുംബത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന നീ പറഞ്ഞത്? അല്ല, അതവർക്കൊരു സഹായക്കൊണ്ടെന്ന് കരുതിയ. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പ്രഭാഷകൻ 19:4. എടാ, അത് അവർക്ക് സഹായം ചെയ്യാനായിട്ട് എന്റെ കുടുംബത്തെ കുഴിയിലാക്കിയിട്ട് വേണോ? എന്റെ വീട്ടിൽ നിന്ന് അവരെന്തൊക്കെ മോഷ്ടിച്ചു നിനക്കറിയാമോ? മോഷ്ടിക്കേ? പിന്നല്ലാതെ മിക്സി, അയൺ ബോക്സ്, ക്യാഷ്, മൊബൈൽ ചാർജർ. എടാ, അത് ചോദിച്ച എന്നോടവർ തർക്കിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. ആ ഒറ്റ കാരണം കൊണ്ട് ഇനി മേലാൽ എൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവരെന്താ പറഞ്ഞെന്നറിയാമോ? ഇല്ല. സ്ത്രീ പീഡനത്തിന് എനിക്കെതിരെ കേസ് കൊടുക്കൂന്ന്. ആ മാരണത്തിനെ കൊണ്ടുവന്ന പോലെ തന്നെ നീ തിരികെ കൊണ്ടുപോയിക്കൊള്ളണം. എന്നാലും എന്റെ ചേച്ചി എന്നോട് ചെയ്ത് ചെയ്യണ്ടായിരുന്നു. ആഹാ, എടാ കൊച്ചനെ, ഞാൻ നിന്നോട് പറയേണ്ട സംഭാഷണം നീ എന്നോട് പറയുന്നു. ചേച്ചി അവിടുന്ന് ക്യാഷ്, അയൺ ബോക്സ്, മിക്സി, എന്തിനധികം മൊബൈൽ ചാർജർ വരെ അടിച്ചു മാറ്റിയില്ലേ നിങ്ങള്? എന്റെ കർത്താവേ, ഒന്ന് നിർത്തിയേ. അവിടെ നിങ്ങൾ എന്തിനു പോയതാണ്? ജോലിക്ക്. അതും എന്റെ അടുത്ത് കരഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞിട്ട്. അതെ, ഞാൻ നല്ല അന്തസ്സായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഓ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മാസാമാസം ശമ്പളം വാങ്ങിച്ചിട്ട് അവിടുത്തെ ജോലി മുഴുവനും ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങേര് നിർത്തി പോയിക്കോന്ന് പറഞ്ഞപ്പ അങ്ങേരുടെ തന്നെ പേരിൽ പീഡനത്തിന് കേസ് കൊടുക്കുന്നു. എനിക്ക് നല്ല പിടിപാടും. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാ ഞാൻ ഉറപ്പായും കൊടുത്തിരിക്കും. ജോൺ സാർ അഴിയെണ്ണും. നീ കണ്ടോ? ഒന്നവിടെ നിന്നേ. എന്നാലേ ഇതും കൂടി കേട്ടോ.
നിങ്ങളവിടെ നിന്നേ, അവിടെ നിൽക്കാൻ. ആഹാ, നിങ്ങളെന്താ ചാക്കറ്റിലവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്റെ പൊന്നു സാറേ, ഇവിടുന്ന് കട്ടെടുത്ത സകല സാധനങ്ങളും ആ ചാക്കേട്ടിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ സാറേ. അത് പിന്നെ കാശ് കുറച്ച് കുറവുണ്ട്. 6 മാസത്തിനുള്ളിൽ ഞാൻ ആ കാശ് എങ്ങനെയെങ്കിലും തന്നോളാം. എന്നാലും സാർ ഇത്രയും വലിയ ബുദ്ധിരാക്ഷസനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇനി ഒന്നിനും ഇല്ല സാറേ. ഞാൻ ഇനി കോമ്പൗണ്ടിലേക്കേ വരത്തില്ല, ഒന്നിനും വരത്തില്ല. ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം സാറേ. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. എഫേസോസ് 4-ാം 28-ാം വാക്യം. ക്ഷമിക്കണം സാറേ. അപ്പൊ ചേട്ടാ, സംഗതിയൊക്കെ ഓക്കെ അല്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷം ഇറക്കിയിട്ടുണ്ട്. എടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ ബുദ്ധിരാക്ഷസെന്നൊക്കെ വിളിച്ചിട്ട് പോയി. ഇവർക്ക് എന്താ പറ്റിയത്? ദേ, മോഷ്ടിച്ച സാധനങ്ങളെല്ലാം ചാക്കിനകത്താക്കി ദേ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നീ എന്ത് മകടിയാടാ ഊതിയത്? ചേട്ടാ, ഞാൻ അവരോട് പറഞ്ഞു, അവര് നടത്തിയ സകല മോഷണങ്ങളും ചേട്ടന്റെ വീടിനകത്ത് വെച്ചിട്ടുള്ള CCTV റെക്കോർഡായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡൊക്കെ പോലീസിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ല, വനിതാ പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടിയും കിട്ടും, ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ആ മകുടിയാണ് ഞാൻ ഊതിയത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.